ചിറകുള്ള ശലഭങ്ങളാവും കല്ലിട്ട് മതിലുകൾ ഹൃദയം തകർക്കരുത്. അതിരിട്ട വേലിയിൽ കളകൾ മുളക്കരുത്. നാടിന്നു കാവലായി പൊരുതി മരിച്ചുള്ള ചരിതങ്ങൾ എത്രയോ മാഞ്ഞു പോകുന്നു. നമ്മളൊന്നായി നന്മ വാരി പുണർന്നുള്ള നേരങ്ങളെ ഇന്ന് മറവി തിന്നുന്നു. ആയിരം നിറമുള്ള കഥ നമുക്കില്ലേ, കഥകളിൽ നമ്മൾക്കു ജീവൻ. വഴി ചെന്നു ചേരുന്നിടം ശരറാന്തൽ കാണുന്നുവോ? അവിടെ ജീവനുള്ളോർ പാർത്തിടും പുരകളുണ്ടോ? കൂട്ടരെ, ഈ വഴി ചെന്നു ചേരുന്നിടം ശരറാന്തൽ കാണുന്നുവോ? അവിടെ ജീവനുള്ളോർ പാർത്തിടും പുരകളുണ്ടോ? തേടി നാം ഇറങ്ങാം, പേടി ദൂരെ മാറ്റാം. തേടി നാം ഇറങ്ങാം, നിന്റെ സ്വന്തം ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ ഉത്തരവാദിത്വത്തെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ശരീരത്തെ നമ്മൾ ഒരിക്കലും ലോകത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ദിനേന ചെയ്യുന്നവരാവണം. ഇത് നമുക്കറിയാം, പെട്ടെന്നുള്ള മരണങ്ങളും സ്ട്രോക്കുകൾ വരുന്ന പ്രശ്നങ്ങളും മനുഷ്യന് ജീവിത ശൈലിയിൽ നിന്നുണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങളും മനുഷ്യന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇന്ന് മനുഷ്യരെല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരളവോളം വലിയൊരു പരിഹാരമാണ് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തുന്നു, എന്നിട്ട് ജമാഅത്തിൽ കൂടി ആളുകൾ അല്പസമയം ഒന്ന് നടക്കുന്നു. ഇത് വലിയൊരു ശരീരത്തിനും നമ്മുടെ മനസ്സിനും വലിയ ഉന്മേഷം നൽകുന്നതാണ്.